ആകാശും ആദിയും എല്ലാ റൂമുകളിലും കയറി നോക്കി. അവിടെയൊന്നും അവളില്ലായിരുന്നു. ആകാശ് ഹാളിലെത്തി. എന്തു ചെയ്യണമെന്നറിയാതെ സെറ്റിയിലിരുന്നു. മുടിയിലൂടെ കൈ കടത്തി തല ഒഴിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് കിച്ചണിൽ എന്തോ ശബ്ദം കേട്ടത്. ആദി അങ്ങോട്ടോടി. പിന്നാലെ ആകാശും. അവിടെ നിത്യ ഉണ്ടായിരുന്നു. അവൾ മഞ്ഞ കളർ ഡ്രസ് മാറ്റിയിരുന്നു. അവിടെ ഒരു പാത്രത്തിൽ മഞ്ഞളും വേറൊരു പാത്രത്തിൽ ചന്ദനവും കലക്കി വെച്ചിരുന്നു. അവളുടെ 2 കൈയിലും മുഖത്തും ഒക്കെ മഞ്ഞളായിരുന്നു. അവളെ കണ്ടതും ആദ്യം ഓടി വന്നു അവളെ കെട്ടിപ്പിടിച്ചു. നെറ്റിയിൽ ഉമ്മ വെച്ചു. ആകാശ് കിച്ചണിൽ മുട്ടുകുത്തി നിലത്തിരുന്ന് കിതച്ചു സമാധാനത്തോടെ. ചേ വിട് ആദിയേട്ടാ, ഇത് മേലാകും. നീ വല്ലാതെ പേടിപ്പിച്ചല്ലോ മോളെ ഞങ്ങളെ, ആദി കിതച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് മനസ്സിലായില്ല. ഞാൻ പേടിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ആദിയേട്ടന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്ന് ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിലെന്തിനാ പേടിക്കുന്നത്? അവൾ ചോദിച്ചു. ആദി ചിരിച്ചുപോയി. പിന്നെ ഒറ്റയ്ക്ക് കാറും എടുത്ത് അത്രയും സ്പീഡിൽ ഈ സമയത്ത് റോഡിലെ തിരക്കിലൂടെ വണ്ടി ഓടിച്ചു വന്നാൽ ഞങ്ങൾ പേടിക്കില്ലേ? അവൻ ചോദിച്ചു. ആകാശം എല്ലാം കേട്ടുകൊണ്ട് അപ്പോഴും നിലത്തിരിക്കുകയായിരുന്നു. ഞാൻ അതിനേക്കാൾ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതാ, അത് അച്ഛനറിയാലോ. പിന്നെ ചെറിയൊരു പേടി, ലൈസൻസ് എടുത്തിട്ടില്ലായിരുന്നു. പോലീസ് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നെ എല്ലാ പോലീസുകാർക്കും അറിയാം. ഫൈനില്ലാതെ ഞാൻ രക്ഷപ്പെടും, അവൾ പറഞ്ഞു. ആദ്യം അവളുടെ തലയിലൊന്ന് തട്ടി. അവൾ തലയൊന്ന് തടവിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. നിങ്ങൾ സമയം കളയാതെ പോകാൻ നോക്ക്, ഞാൻ ഇതൊന്ന് ആഘോഷിക്കട്ടെ, അവൾ പറഞ്ഞു. ആദ്യം അവളെ 2 കൈയിലും കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു. അതിനിടയിൽ ആകാശിനോട് പറഞ്ഞു. അക്കു, അവൾ ഉണ്ടാക്കി വെച്ച മഞ്ഞളിൻ്റെ 2 പാത്രവും എടുത്തോ, വാതിലും അടച്ചേക്ക്. ആകാശ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മഞ്ഞളിൻ്റെയും ചന്ദനത്തിൻ്റെയും പാത്രവും എടുത്ത് വാതിലും അടച്ചു പുറത്തിറങ്ങി. ആദ്യം അവളെ തൻ്റെ കാറിൻ്റെ മുൻസീറ്റിൽ കൊണ്ടിരുത്തി. സീറ്റ് ബെൽറ്റും ഇട്ടുകൊടുത്തു. ആകാശ് പിന്നിൽ കയറി. ആദ്യ വണ്ടിയെടുത്തു. അപ്പോൾ ഞാൻ വന്ന കാറോ, അവൾ ചോദിച്ചു. അതിവിടെ കിടക്കട്ടെ, ആദി പറഞ്ഞു. ആദി വണ്ടി ഗേറ്റിന് പുറത്ത് നിർത്തി. ആകാശ് ഇറങ്ങി ഗേറ്റ് അടച്ചു. വീണ്ടും കാറിൽ കയറി. ആദി വണ്ടി പറപ്പിച്ചു വിട്ടു. സമയമില്ല, ഇപ്പോൾ തന്നെ 7:30 കഴിഞ്ഞു. അവർ വീട്ടിലെത്തുമ്പോൾ ഫോട്ടോഗ്രാഫറും എത്തിയിരുന്നു. എല്ലാവരും മഞ്ഞ ഡ്രസ്സ് ഇട്ട് റെഡിയായിരുന്നു. ആദിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും സെറ്റാക്കിയിരുന്നു. ഒരു വലിയ പാത്രത്തിൽ ലഡുവും ജിലേബിയും മറ്റു 2 പാത്രത്തിൽ ചന്ദനവും മഞ്ഞളും എടുത്തു വച്ചിരുന്നു. നിത്യ നേരെ പോയി സൂരജിനും വിശ്വനും കൈ ഉയർത്തി ഹൈഫൈവ് കൊടുത്തു. ആദിക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് ഞങ്ങളുടെ പ്ലാനായിരുന്നു, ആദിയേട്ടനെ സമ്മതിപ്പിക്കാൻ വേണ്ടി, നിത്യ പറഞ്ഞു. ആകാശ് മിഴിച്ചു നിന്നു. ഈ കുരിപ്പിന് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? മനുഷ്യൻ്റെ നല്ല ജീവൻ പോയി, ആകാശ് മനസ്സിൽ പറഞ്ഞു. ആദി ചിരിച്ചുപോയി. നിത്യ അവനെ തയ്യാറാക്കി വെച്ച ഇരിപ്പിടത്തിൽ കൊണ്ടിരുത്തി. ഫോണിൽ ഉറക്കെ പാട്ടും വെച്ചു. ആദ്യം തന്നെ നിത്യ ഒരു ലഡു എടുത്ത് ആദിയുടെ വായിൽ വെച്ചു കൊടുത്തു. അവനത് കഴിച്ചു. അതിനുശേഷം നിത്യ ഒരു കൈയിൽ മഞ്ഞളും മറ്റൊരു കൈയിൽ ചന്ദനവും എടുത്ത് ആദിയുടെ നെറ്റിയിൽ പുരട്ടി. അതിനുശേഷം എല്ലാവരും ആദിക്ക് മധുരം കൊടുത്തു. ചന്ദനവും മഞ്ഞളും പുരട്ടി കൊടുത്തു. അവൻ അത്രയും നേരം കണ്ണടച്ച് ഇരിക്കുകയായിരുന്നു. അവസാനം നിത്യ ബാക്കിയുള്ള മഞ്ഞളും ചന്ദനവും കയ്യിലെടുത്തു മിക്സാക്കി ആദിയുടെ മുഖത്തും കൈകളിലും കാലുകളിലും വാരി തേച്ചു. ആദി ഞെട്ടി കണ്ണു തുറന്നു. അപ്പോഴേക്കും നിത്യ ഓടിമാറി. ആദി ആകാശിനെ ദയനീയമായി ഒന്ന് നോക്കി. അവന് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. വീഡിയോഗ്രാഫർ എല്ലാം വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ചടങ്ങുകൾ എല്ലാം അവസാനിച്ചു. ആദി പോയി കുളിച്ചു ഡ്രസ്സ് മാറ്റി വന്നു. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ആകാശ് കാറ്ററിംഗ് സർവീസിൽ ഏർപ്പാടാക്കിയിരുന്നു. മന്തിയും അൽഫാമും ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പവും ചക്കിയും ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി കഴിച്ചു. നിത്യ തനിക്ക് വേണ്ടതൊക്കെ പ്ലേറ്റിലെടുത്തു ആകാശിൻ്റെ മുന്നിൽ പോയിരുന്നു. അവൻ ചിക്കൻ എല്ലിൽ നിന്ന് വേർപെടുത്തി കൊടുത്തു. ഇടയ്ക്ക് അവൾ ആകാശിനും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആകാശ് അതു അവളുടെ വിരലും കടിച്ചുകൊണ്ടാണ് വായിൽ സ്വീകരിക്കുന്നത്. ഇതെല്ലാം ആദി നോക്കിയിരുന്നു. അത് കണ്ട് നിത്യ ഒരു പിടി വാരി ആദിയുടെ നേർക്ക് നീട്ടി. ആദി വാത്സല്യത്തോടെ അത് വായിൽ സ്വീകരിച്ചു കൊണ്ട് അവളുടെ തലയിൽ തലോടി. അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ശരിക്കും തൻ്റെ പിങ്കിമോൾ തന്നെ അവൾ വേഷവും രൂപവും മാറി വന്നതാണോ എന്ന് ഒരു വേള അവന് തോന്നി. ഇടയ്ക്ക് ആദ്യം ഓരോ പിടിച്ചോറ് അവളുടെ നേരെ നീട്ടി. നിത്യ അതും വാങ്ങി കഴിച്ചു. ആകാശ് ഒരു നിമിഷം ആദിയെ നോക്കിയിരുന്നു. ആദിയുടെ നിറഞ്ഞ കണ്ണിൽ നിന്ന് തന്നെ ആകാശിന് കാര്യം മനസ്സിലായി. ആദിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചെഴുന്നേറ്റു. കവിതയും മക്കളും
കൃഷ്ണനെയും കൊണ്ട് തിരിച്ചുപോയി. നിത്യ ആകാശിൻ്റെ കൂടെ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. നിത്യ ആദിയുടെ പിന്നാലെ നടന്ന് സമ്മതിപ്പിച്ചു. എന്നിട്ടും ആകാശ് സമ്മതിച്ചില്ല. അവസാനം നിത്യ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തിരിച്ചുപോയി. വിശ്വനും മാലതിയും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആദിയെ ഒറ്റയ്ക്ക് നിർത്താൻ അവർക്കും സമ്മതമല്ല. രാത്രി വളരെ നേരം വരെ അവർ സംസാരിച്ചിരുന്നു. നേരം വൈകി. ആദിയും ആകാശും ഒരു റൂമിലാണ് കിടന്നത്. മാലതിയും വിശ്വനും മറ്റേ റൂമിലും കിടന്നു. ആകാശ് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. നിത്യയെ കാണഞ്ഞിട്ട് അവന് ഉറക്കം കിട്ടുന്നില്ല. അവളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. അവൻ അവിടെ തന്നെ വെച്ചു. അവൾ ഉറങ്ങിയിട്ടുണ്ടാവുമോ? ഇപ്പോൾ തന്നെ കാണാതെ അവൾക്ക് ഉറങ്ങാൻ കഴിയുമോ? നിത്യ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്കാണ് കിടന്നത്. അവർക്കും സന്തോഷം തോന്നി. രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ യമുന പാറുവിനെ വിളിച്ചുണർത്തി. അവൾ തൻ്റെ അച്ഛനെയും അമ്മയെയും ഓർത്ത് കിടന്ന് ഉറങ്ങാൻ വൈകിയിരുന്നു. പിന്നെ എഴുന്നേറ്റ് കുളിച്ചു ഡ്രസ്സ് മാറ്റി കിച്ചണിലേക്ക് പോയി. സർവൻ്റ് ചായ കൊടുത്തു. അത് കുടിച്ചുകൊണ്ട് അവൾ പിന്നിലെ കൃഷിയിടത്തിലേക്ക് പോയി. അത് അവളുടെ ദിനചര്യയായിരുന്നു. അപ്പോഴേക്കും മൂർത്തിയും അങ്ങോട്ടെത്തി. അവളെ കൂട്ടി ഡൈനിങ് ടേബിളിൻ്റെ കസേര നീക്കിയിട്ട് അതിലിരുത്തി. അയാളും യമുനയും അടുത്തിരുന്നു. സർവൻ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി. അവർ കഴിച്ചു തുടങ്ങി. മൂർത്തി അപ്പോൾ തന്നെ ശേഖറിനെയും കൂട്ടി ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ ഇല്ല. എല്ലാം ഒരു പ്രശസ്തമായ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെയാണ് ഏൽപ്പിച്ചത്. എല്ലാം അവർ ചെയ്തോളും. എന്നാലും ഒരു മേൽനോട്ടം വേണമല്ലോ. അവർ അവിടെ എത്തുമ്പോൾ ഓഡിറ്റോറിയം രാജകീയമായി അലങ്കരിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന പ്രതീതി. മൂർത്തിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അലങ്കാരപ്പണികൾ. കവിതയും മാലതിയും നേരത്തെ ചായയുടെ പണി തുടങ്ങി. മാലതി ആദിയെയും ആകാശിനെയും വിശ്വനെയും വിളിച്ചുണർത്തി ചായ കൊടുത്തു. അപ്പോഴേക്കും നിത്യയും ലക്ഷ്മിയും സൂരജും എത്തി. നിത്യ പോർഷയിൽ സ്വയം ഡ്രൈവ് ചെയ്താണ് വന്നത്. സൂരജ് അയാളുടെ ഇന്നോവയിലും. സൂരജും വിശ്വനും ചായ കുടിച്ചു ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു. ആകാശ് പോയി മുല്ലപ്പൂവും കാർ അലങ്കരിക്കാനുള്ള പൂക്കളും വാങ്ങി വന്നു. അവൻ നിത്യയെ ഒരുക്കാൻ ഒരു ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കിയിരുന്നു. ബ്യൂട്ടീഷ്യൻ നിത്യയെ റെഡ് ചില്ലി പട്ടുസാരിയിൽ ഒരു രാജകുമാരിയെ പോലെ ഒരുക്കി. മുട്ടറ്റമുള്ള മുടി 2 സൈഡിലും സ്ലൈഡ് കുത്തി അറ്റം അഴിച്ചിട്ട് നിറയെ മുല്ലപ്പൂവും ചൂടി. അത്യാവശ്യം ആഭരണങ്ങളും ധരിച്ചു. താലിയും കട്ടിയിൽ സിന്ദൂരവും ചാർത്തി ഇറങ്ങി വന്ന നിത്യയെ ആകാശ് കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. എല്ലാവരും ഒരുങ്ങിയിരുന്നു. അപ്പവും ചക്കിയും ആദ്യം വാങ്ങിക്കൊടുത്ത ചുവന്ന കളർ പുത്തൻ ഡ്രസ്സ് ഇട്ട് നിത്യയുടെ കൂടെ തന്നെ ഉണ്ട്. കവിതയും ആദ്യം വാങ്ങിക്കൊടുത്ത ചുവന്ന പട്ടുസാരി ഉടുത്തിരുന്നു. ആകാശും സൂരജും വിശ്വനും ചുവന്ന ഷർട്ടും കസവും മുണ്ടും ധരിച്ചു വന്നു. കൃഷ്ണനും ചുവന്ന ഷർട്ടും കസവും മുണ്ടും ആദ്യം വാങ്ങിക്കൊടുത്തിരുന്നു. കവിത അയാൾക്കത് ഇട്ട് കൊടുത്തിരുന്നു. താൻ ഓഡിറ്റോറിയത്തിലേക്ക് ഇല്ലെന്ന് കൃഷ്ണൻ ആദ്യമേ പറഞ്ഞിരുന്നു. ആദിയെ ഒരുക്കിയത് ആകാശാണ്. ഗോൾഡൻ സിൽക്ക് ഷർട്ടിലും കസവും മുണ്ടിലും പോകാൻ റെഡിയായി ഇറങ്ങി വന്ന ആദിയുടെ ഹെയർ സ്റ്റൈൽ കണ്ട് നിത്യ ചിരിയോട് ചിരി. ഈ പഴഞ്ചൻ അപ്പൂപ്പന്മാരുടെ ഹെയർ സ്റ്റൈലിലാണോ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്? ഇതാരാ ഈ പഴഞ്ചൻ ഹെയർ സ്റ്റൈൽ ചെയ്തു തന്നത്? അവൾ ചോദിച്ചു. ആദി ആകാശിനെ നോക്കി. ഇതിനെന്താ കുഴപ്പം? അവൻ ചോദിച്ചു. അക്കുവേട്ടനാണോ ഇങ്ങനെ ചെയ്തു വച്ചത്? വെറുതെ അല്ല. വാ ഇവിടെ ഇരിക്ക്, ഞാൻ ശരിയാക്കി തരാം. അവൾ പറഞ്ഞുകൊണ്ട് ആദിയെ പിടിച്ച് ഒരു കസേരയിലിരുത്തി. പിന്നെ അവൻ്റെ മുടി കൈകൊണ്ട് ചിക്കി പരത്തി ഒതുക്കി വെച്ചു. അടിപൊളിയായിരുന്നു കാണാൻ. എല്ലാവരും അത്ഭുതപ്പെട്ടു. എങ്ങനുണ്ട്? അവൾ പിള്ളേരോട് ചോദിച്ചു. നല്ല രസമുണ്ട്, അപ്പു പറഞ്ഞു. ആദി ആകാശിനെ നോക്കി. അവൻ സൂപ്പർ എന്ന് കൈമുദ്ര കാണിച്ചു. നിത്യ ആകാശിനെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഇടുപ്പിൽ 2 കൈയും കുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താടി, എൻ്റെ മുടി ബോറായിട്ടുണ്ടോ? ആകാശ് ചോദിച്ചു. നിങ്ങളെങ്ങോട്ടാ ഇത്ര സ്റ്റൈലിൽ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ, അത് ഓർമ്മ വേണം. ചുവന്ന ഷർട്ടും മുണ്ടും ഇട്ട് ഇറങ്ങിയിരിക്കുക കാമദേവൻ പെൺകുട്ടികളെ വളയ്ക്കാൻ. അന്ന് കോളേജിലുണ്ടായ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല, നിത്യ പറഞ്ഞു. അവിടെ കൂട്ടച്ചിരി മുഴങ്ങി. അതെന്താ മോളെ കോളേജിലെ സംഭവം? വിശ്വൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛന് കേൾക്കണോ? കോളേജിൽ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞു ഞാൻ വരുമ്പോൾ അക്കുവേട്ടൻ ബ്ലൂ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ട് ഇൻ ചെയ്ത് സ്റ്റൈലായി കാറിൽ ചാരി നിൽക്കുകയായിരുന്നു. ചുറ്റും എൻ്റെ കോളേജിലെ പെൺപിള്ളേരും.
അവരെ കാണിക്കാൻ വേണ്ടിയാ അങ്ങനെ നിന്നത്. അവർ എന്തൊക്കെയോ അക്കുവേട്ടനോട് ചോദിക്കുന്നുമുണ്ട്. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ കളം മാറ്റി ചവിട്ടി. എന്നിട്ട് ആ കുട്ടികളോട് പറയാ, ഞാൻ ഇവളുടെ ഭർത്താവാ, എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവളോട് ചോദിച്ചാൽ മതിയെന്ന്. കാമദേവൻ അവൻ മുഖം കൂർപ്പിച്ചു. വിശ്വൻ ചിരിച്ചുപോയി. സൂരജും. എടി, അത് ഞാൻ നിന്നെ കാത്തു നിന്നതല്ലേ, ആകാശ് ചമ്മലോടെ പറഞ്ഞു. എന്നെ കാത്ത് കാറിൻ്റെ ഉള്ളിലും ഇരിക്കാം, അത് ചെയ്തോ? നിത്യ ചോദിച്ചു. അത് ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി. പിന്നെ എത്ര നേരം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക? ഇരുന്ന് മടുത്തിട്ട് ഇറങ്ങിയതാ ഞാൻ, അവൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ, ഇനി അത് പറഞ്ഞോ. ഇരുന്ന് മടുത്തിട്ട് കോളേജ് വിടണ ടൈമിൽ തന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങണമല്ലേ? എനിക്ക് മനസ്സിലായി. ഇന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ നിങ്ങളെ നോക്കിയാൽ നിങ്ങളുടെ കഷ്ടകാലവും തുടങ്ങും, അത് ഓർമ്മ വേണം. നിത്യ വാണിയും കൊടുത്തു. ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ കൂടെ തന്നെ നടന്നോ, പ്രശ്നം തീർന്നില്ലേ? ആകാശ് പരിഹാരം കണ്ടെത്തി. പിന്നെ എനിക്ക് അതല്ലേ പണി, ഞാൻ പാറു ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കും. എൻ്റെ ശ്രദ്ധ നിങ്ങളിലുമായിരിക്കും, ഓർമ്മ വച്ചോ, നിത്യ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. വിശ്വനും സൂരജിനും ചിരിച്ച് വയറു വേദനിക്കുന്നുണ്ടായിരുന്നു. ആകാശ് ആദിയെ നോക്കി. എടാ, ആദ്യമൊക്കെ നീ എന്നെ കളിയാക്കുമായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ഇന്നു മുതൽ അത് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സമാധാനമായി, ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും വന്നിരുന്നു. ആദി അച്ഛന്മാർക്കും അമ്മമാർക്കും ദക്ഷിണ കൊടുത്തു. അനുഗ്രഹം വാങ്ങി. ആകാശ് പോർഷക്കാർ നന്നായി അലങ്കരിച്ചിരുന്നു.